അമേരിക്കയും ഇറാനും തമ്മിലൊരു കരാർ ഇന്ന് ചൊവ്വാഴ്ച, നാളെ ബുധൻ, നാളെയോ ഉണ്ടായേക്കും എന്നുള്ള രീതിയിലാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സംസാരിച്ചത്. അപ്പം ആ കരാർ ഒരു അന്തിമഘട്ടത്തിൽ എത്തിയെന്നുള്ള രീതിയിൽ പ്രസിഡന്റ് ട്രംപും നേരത്തെ സംസാരിക്കുകയുണ്ടായി. നേരെ മറിച്ച് ഇറാൻ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്, ചർച്ചയൊന്നും നടക്കുന്നില്ല എന്ന്. അത് പിന്നെ അവരങ്ങനെയല്ലേ പറയൂ, അതിൽ നമുക്ക് വിരോധമില്ല. എപ്പോഴും ചർച്ച പിന്നാമ്പുറത്ത് വേണം നടക്കാനായിട്ട്, എന്നാൽ മാത്രമേ ഈ സ്വാധീനമൊന്നുമില്ലാതെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയൂ. അമേരിക്ക പിന്നെ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹൊർമൂസ് തുറക്കണം. ഒരു കാരണവശാലും അതിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് കപ്പം പിരിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്യാൻ പാടില്ല. രണ്ടാമത്, ഈ സ്ഥിരമായിട്ട് അവിടെ ഇറാന് അണ്വായുധങ്ങൾ ഉണ്ടാക്കുന്ന ആ സംവിധാനങ്ങൾ ഉപേക്ഷിച്ച് കളയണം. ആ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അത് ഇല്ലാതാവണം. ഈ രണ്ട് കാര്യങ്ങളാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും അത്ര പ്രയാസമുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്നില്ല പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക്. ഹൊർമൂസ് തുറക്കുക എന്നുള്ളത്, ഹൊർമൂസ് ആരുടെയും തറവാട്ട് സ്വത്തല്ല. ഇപ്പം ഒരു രാജ്യത്തിൻ്റെ 12 മൈൽ അപ്പുറം വരെ പിന്നെ ആ രാജ്യത്തിൻ്റെ അതിർത്തിയായിട്ട് കണക്കാക്കുമെന്ന് തോന്നുന്നു. അതിനപ്പുറത്തുള്ളതെല്ലാം ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്. അതെല്ലാവർക്കും ലോകം മുഴുവനും തുല്യാവകാശമുള്ളതാണ്. പക്ഷേ ഇതൊരു കടലിടുക്കായതുകൊണ്ട് അതിലൂടെ എന്നാൽ വലിയ തോതിൽ കപ്പൽ ഗതാഗതം പോകുന്നു. ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള കപ്പലുകൾ, ലോകത്തിലെ കപ്പലുകളുടെ ഏതാണ്ട് 1/5 അതിലൂടെയാണ് പോകുന്നത്. പക്ഷേ യൂറോപ്പിനൊന്നും അത് ബാധിക്കുന്നുമില്ല. ഇന്ത്യയും ചൈനയും ഒക്കെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പൈസ ഉണ്ടാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. എന്ന് മാത്രമല്ല, അത് വെച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര രംഗത്ത് സ്വാധീനം ചെലുത്താനുള്ള ശ്രമവും അവർ നടത്തുന്നു. അപ്പോൾ അത് പറ്റില്ല എന്ന് അമേരിക്ക മാത്രമല്ല മറ്റു രാജ്യങ്ങളുമൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഇനി കരാർ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയണം. പിന്നെ അണ്വായുധത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഒരു അണ്വായുധം ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യമല്ല, ഒരു ആഡംബരമാണെന്നാണ് പറയാറ്. അത് ഒന്നാമത്തെ കാര്യം, അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ കൂടി ഉപയോഗിക്കാൻ ഉത്തരവിടുന്നയാൾ മനുഷ്യരാശിയുടെ തന്നെ ശത്രുവായിട്ട് മാറും എന്നുള്ളതും തർക്കമറ്റൊരു കാര്യമാണ്. പിന്നെ ഒരു ഡിറ്ററൻറ്റ്, മറ്റാൾ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കാനായിട്ട് അതിനുള്ള ഒരു എതിർശക്തിയായിട്ട് നമ്മൾക്കത് സൂക്ഷിക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സൗദി അറേബ്യയുടെ കളികളെ പറ്റിയാണ് ഇപ്പോൾ പൊതുവിൽ ഈ അതൃപ്തി പല രീതിയിലും ഉള്ളത്. സൗദി അറേബ്യ മാത്രമല്ല, ആ ഭാഗത്തുള്ള രാജ്യങ്ങൾ പലതും, അവയെല്ലാം അമേരിക്കയാണ് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരുന്നത്. ഇറാൻ മിക്കതും സുന്നി രാജ്യങ്ങളാണ്. ഇറാൻ ഷിയാകളുടേതാണ്. അപ്പോൾ ഈ ഇറാനെ പേടിച്ചാണ് അവർക്ക് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അമേരിക്കയാണ് അവർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇറാൻകാരുടെ ആക്രമണങ്ങളൊക്കെ ഈ രാജ്യങ്ങളിലെല്ലാം നേരെ ഉണ്ടായി. കാരണം അമേരിക്കയുടെ താവളങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് അവർ ആക്രമിക്കാൻ കാരണമായിട്ട് പറയുന്നത്. അപ്പം അമേരിക്കയ്ക്കത് ഫലപ്രദമായിട്ട് തടയാൻ കഴിഞ്ഞില്ലെന്നാണ് ഈ രാജ്യങ്ങളൊക്കെ പരാതിപ്പെടുന്നത് എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ അമേരിക്കയെ കൊണ്ടുള്ള പ്രയോജനം ഈ ഉദ്ദേശിക്കുന്ന അത്ര ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്ന പോലെയാണ് പല മാധ്യമങ്ങളും പറയുന്നത്. അതുകൂടി അവർ ആൾട്ടർനേറ്റീവ്സ്, മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പം ബദൽ മാർഗ്ഗങ്ങളിലൊന്ന് ഈ സ്റ്റെപ്പ് എന്നൊരു പദ്ധതി, സൗദി അറേബ്യ, ടർക്കി, ഈജിപ്റ്റ്, പാകിസ്ഥാൻ, വെസ്റ്റ്, ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു സംവിധാനം, സ്റ്റെപ്പ്. അപ്പം ഇന്ത്യാവിരുദ്ധരാണെന്ന് സംശയിക്കേണ്ടതില്ല. ഒന്നാമത് നേരത്തെ തന്നെ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ വേറൊരു കരാർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റാരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവർ സഹായത്തിനെത്തും. ഈ കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ ഇന്ന് ഒരു കരാറ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫലത്തിൽ ഇന്ത്യക്കെതിരായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ സ്റ്റെപ്പും പിന്നെ ചൈനയോ റഷ്യയൊക്കെ കൂടെ, റഷ്യ പിന്നെ പോട്ടെ, പിന്നെ ചൈനയൊക്കെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ശക്തിയായി തീരും. അത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും പാരയായി തീരും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പിന്നെ ഈ ഗൾഫിലെ രാജ്യങ്ങൾ ഒരു ഡബിൾ ഫേസ്ഡ്, ഇരട്ട മുഖം കാണിക്കുന്നൊരു അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ സൗദിയിലെ സൽമാൻ രാജാവ്, അദ്ദേഹം ക്രൗൺ പ്രിൻസ്, അദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്താനായിട്ട് ഇന്നലെയോ മിനിയാന്നൊക്കെ ആക്രമണം നടത്താനായിട്ട് ഒരു അന്തിമ ആക്രമണം എന്ന് പറഞ്ഞ് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഇദ്ദേഹം വളരെ നിർബന്ധപൂർവ്വം അപേക്ഷിച്ചുകൊണ്ടാണ് അത് മാറ്റിവെച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഒരു കരാറുണ്ടാവാത്ത പക്ഷം, ഇറാനുമായി ഒരു കരാറുണ്ടാവാത്ത പക്ഷം ഈ രാജ്യങ്ങളുടെയൊക്കെ നിലപാടുകൾ എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ഈ ഓരോ യുദ്ധം സംഭവിക്കുമ്പോഴുമാണ് നിലപാടുകളും ഒക്കെ മാറിപ്പോകുന്നത്. ഇപ്പം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ വരെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അതിനുശേഷം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലായി ബന്ധം. അങ്ങനെ മാറ്റങ്ങൾ ഓരോ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ യുദ്ധം എങ്ങോട്ടാണ് പോവുക എന്ന് നമുക്കൊരിക്കലും
ഈ മുൻകൂട്ടി പറയാനാവാത്ത ഒരവസ്ഥയുണ്ട്. അതിപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നു. എന്തായാലും ഒരു കരാറുണ്ടാവുന്നെങ്കിൽ എങ്ങനെയും ഉണ്ടാവട്ടെ, ഈ പ്രശ്നമൊന്ന് തീരട്ടെ. നമ്മളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.